സുരക്ഷിതമെന്ന് നിങ്ങൾ കരുതുന്ന ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ പോയി വിളിച്ചാലും ഞങ്ങൾ ഇസ്മായിൽ ഹനിയെ വന്ന് വധിച്ചല്ലോ. ഏറ്റവും സുരക്ഷിതമായ നിഷ്പക്ഷ രാജ്യമായ ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ പാർപ്പിട സമുച്ചയത്തിൻ്റെ ഉള്ളറകളിൽ നിങ്ങൾ വസിച്ചാലും ഞങ്ങൾ അവിടെയും എത്തും എന്ന് പറയുന്നതും എത്തി തെളിയിക്കുന്നതും രണ്ട് കാര്യങ്ങളാണ്. ഇതാ എത്തി തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി എന്താണ്? അപ്പോൾ എവിടം വരെ ഓടും ഹമാസ്? അപ്പോൾ ഇവിടെ ഒരു ചോദ്യമാണ്. അപ്പോൾ ഹമാസിനെ ഫിനിഷ് ചെയ്യുക എന്ന ഇസ്രയേലി അജണ്ട, ഇത് രണ്ട്. മൂന്നാമത്തേത് കുറച്ചുകൂടി വലിയൊരു ലയണിസ്റ്റ് അജണ്ടയാണ്. ഈ അജണ്ട ഒരു തിയററ്റിക്കലി ഈ ഇസ്രയേലിൻ്റെ വാഗ്ദത്ത ഭൂമി, അബ്രഹാമിന് ദൈവം കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വാഗ്ദത്ത ഭൂമിയുടെ അതിർവരമ്പുകൾ ഒരു പൊളിറ്റിക്കൽ സയനിസമാണ് ഇപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പൊളിറ്റിക്കൽ സയനിസം ഡിഫൈൻ ചെയ്യുന്ന അതിരുകളിൽ വിശാലമായ ഭൂമികയാണുള്ള. ലെബനൻ്റെ ഏതാണ്ട് എല്ലാ പ്രദേശവും വരും, സിറിയയുടെ ഏതാണ്ട് തെക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങൾ വരും, ഇറാഖിൻ്റെ ഒരു സിംഹഭാഗവും വരും, പിന്നെ യൂഫ്രട്ടീസ് നദി കര വരെ വരും. അതുമാത്രമല്ല ഈ കുവൈറ്റിൻ്റെ അതിർത്തി വരെ വരുന്ന ഒരു മേഖല, പിന്നെ സൗദി അറേബ്യയുടെ വടക്കൻ മേഖല, ഇതെല്ലാം കടന്ന് പേർഷ്യൻ ഗൾഫ് വരെ. ഇതൊരു പേർഷ്യൻ ഗൾഫ് രാജ്യമാണ്, ഖത്തർ എന്ന് പറയുന്ന പേർഷ്യൻ ഗൾഫ് രാജ്യമാണ്. അതുവരെ നേരിട്ട് പിടിച്ചെടുക്കാനാവില്ല എന്നറിയാം. നമുക്കറിയാം ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഈ ഭൂമി മുഴുവൻ പിടിച്ചെടുത്തിട്ട് കാര്യമില്ല, പിടിച്ചെടുക്കാനാവില്ല. പക്ഷേ സ്വാധീനം വ്യാപിപ്പിക്കണം, സൈലൻസ് ചെയ്യണം, ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെ സൈലൻസ് ചെയ്യണം.